പതിനായിരം പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. പതിനായിരം പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ഒരുവൻ മാത്രം. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. മണവാളൻ ക്രിസ്തുതൻ പരിവാര സമന്വിതം പരിലസിച്ചിടും മധ്യേ. പതിനായിരം പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. വിശുദ്ധിയിൽ അലങ്കാര പുടവ ധരിച്ചു കൊണ്ടു മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. മണവാട്ടി ഒരുങ്ങി നിൽക്കേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. പരിശുദ്ധ ഗണങ്ങളിൽ നടുവിൽ വെച്ചവൻ എന്നെ വേളി കഴിച്ചിടുവേ. പതിനായിരം പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാന്റെ സുവിശേഷം 14:16 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ അതിന് അവനെ ലഭിപ്പാൻ കഴിയുകയില്ല. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യാകിയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. നിങ്ങളോ അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. നിങ്ങളോ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. മതി, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കർത്താവായ യേശു ക്രിസ്തു തിരുവായി മൊഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് കൽപ്പിച്ചതായ വചനങ്ങളാണിതെല്ലാം. ഇത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഇത് പറയുന്നതിന് ഒരു സാഹചര്യമുണ്ട്. തൊട്ടു മുമ്പലത്തെ അധ്യായത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അധികം കാലം നിങ്ങളോട് കൂടി ഇരിക്കുകയില്ല, ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോവുകയാണ്. അത് കേട്ടപ്പോൾ അവർക്ക് വെപ്രാളമായി. അവരുടെ പ്രാണപ്രിയനായ കർത്താവ് അവർ പടകും വലയും ഉപേക്ഷിച്ച്, ചുങ്കസ്ഥലം ഉപേക്ഷിച്ച്, അവരുടെ എല്ലാം ഉപേക്ഷിച്ച് യേശുവിൻ്റെ പിന്നാലെ വന്നിരിക്കുകയാണ്. പക്ഷെ യേശു പറയുകയാണ്, ഞാൻ അധികം നാൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവുകയില്ല, ഞാൻ പോകുകയാണ്, ഞാൻ പോകുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ വരാൻ കഴിയുകയില്ല. അത് കേട്ടപ്പോൾ അവർ അന്താളിച്ചു പോയി. മാത്രമല്ല, അവർക്കറിയാം, ഒരിക്കൽ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ അപ്പമാകുന്നു. ഇത് കേട്ടപ്പോൾ ആളുകൾക്ക് പല ശിഷ്യന്മാരും യേശുവിൻ്റെ കൂടെ പോകാതെ പിൻവാങ്ങിപ്പോയി. അപ്പോഴും ഈ 12 ശിഷ്യന്മാർ അവർ പോയില്ല. അപ്പോൾ കർത്താവ് ചോദിച്ചു, നിങ്ങൾക്കും പോയിക്കൂടെ? പലരും പോയല്ലോ. അപ്പോൾ ശിഷ്യന്മാർ പത്രോസ് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകും? നിത്യജീവന്റെ മൊഴികൾ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെയാണെങ്കിൽ എനിക്ക് നിത്യജീവനുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ശിഷ്യന്മാർക്ക് വലിയ സന്തോഷമാണ്. കർത്താവിൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ മരിച്ചാലും ജീവിക്കും, എനിക്ക് നിത്യജീവൻ കിട്ടും, ഒരു നാളും മരിക്കുകയില്ല, കാരണം കർത്താവിൻ്റെ കൂടെയാണ്. അതുകൊണ്ട് പത്രോസിലേക്ക് പറഞ്ഞു, നിത്യജീവന്റെ മൊഴികൾ നിന്നിൽ പക്കലുണ്ട്, ഞങ്ങൾ നിന്നെ വിട്ട് എങ്ങോട്ട് പോകും? ഇതൊക്കെയാണെങ്കിലും 13-ാമത്തെ ആയത്തിൽ കർത്താവ് പറഞ്ഞു, ഞാൻ അധികം നാൾ നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. അത് കേട്ടപ്പോൾ അവരങ്ങ് വെപ്രാളപ്പെട്ടു പോയി, ചഞ്ചലപ്പെട്ടു പോയി, അവരുടെ ഹൃദയം കലങ്ങി. മാത്രമല്ല, കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ തമ്മിൽ ഭിന്നതയുണ്ടാവരുത്,
നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. 13-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം, അന്യോന്യം സ്നേഹിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയുകയുള്ളൂ. കർത്താവ് അന്ന് പറഞ്ഞതാണ്, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അവർക്ക് മനസ്സിലായി അത് എളുപ്പമുള്ള കാര്യമല്ല. കർത്താവ് വേറൊന്നും പറഞ്ഞില്ല. നിങ്ങളൊരു സ്ഥലത്തൊരു ക്രൂസേഡ് നടത്തണമെന്നോ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്നോ ഒന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട, ബാക്കി എല്ലാം ദൈവം ചെയ്തോളും. നിങ്ങളാകെ ചെയ്യേണ്ടത് പരസ്പരം സ്നേഹിക്കണം. ഇത് കേട്ടപ്പോൾ അവർക്ക് പിന്നെയും വിഷമമായി. അവർക്ക് മനസ്സിലായി, കർത്താവ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ കാര്യം കൂടെയുള്ള ശിഷ്യന്മാർ 12 പേരുണ്ടെങ്കിലും അവർക്ക് സാധിക്കില്ല എന്ന് മനസ്സിലായി. അവരുടെ ഹൃദയം കലങ്ങി. അപ്പോൾ 14-ാമത്തെ അധ്യായത്തിൽ ആദ്യം കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. എന്നിട്ട് കർത്താവ് ഒരു ഭവനത്തെക്കുറിച്ചൊരു വാഗ്ദത്തം അവർക്ക് കൊടുത്തു. ഒരു ഭവനമുണ്ട്, എന്നേക്കും ഒരു വീട് നിങ്ങൾക്ക് തരാൻ പോവുകയാണെന്ന് കർത്താവ് പറഞ്ഞു. പല കാര്യങ്ങൾ പറഞ്ഞു. അതിനുശേഷം കർത്താവ് പറഞ്ഞതാണ്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുമെന്നുള്ളത്. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് തരും എന്ന് കർത്താവ് പറഞ്ഞു. കർത്താവ് എത്ര ഗൗരവത്തോടു കൂടിയാണ്. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. സ്വർഗത്തിലേക്ക് കരയറുന്നതിന് മുമ്പ് 40 ദിവസം ഭൂമിയിലുണ്ടായിരുന്നു. 40-ാമത്തെ ദിവസം കർത്താവ് അതിൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ അടുക്കൽ നിൽക്കുകയാണ്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു, ഞാൻ പോവുകയാണ്, എന്നാൽ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങളെൻ്റെ സാക്ഷികളാകും. ശിഷ്യന്മാർ പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കർത്താവെ, ഇനി ലോകത്ത് 2ാമത് കർത്താവ് എപ്പോഴാണ് വരുന്നത്? ഇതൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ കർത്താവിന് ഒരു കാര്യം, അതൊന്നും നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അതൊക്കെ പിതാവായ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. നിങ്ങൾ എൻ്റെ സാക്ഷികളാകും. പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പല്ല, ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറുന്നതിന് മുമ്പ് അവസാനമായി കർത്താവ് പറഞ്ഞിട്ട് അതിനുശേഷം കർത്താവ് കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ച് കർത്താവ് ക്രമേണ ഉയർന്നു പൊങ്ങി മേഘത്തിൽ എടുക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നമ്മുടെ രക്ഷകനായ കർത്താവ് ഒടുവിലായി പറഞ്ഞ വാക്ക് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 24-ാമത്തെ അധ്യായം നമുക്കെടുക്കാം. ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായം നമുക്കറിയാം. അബ്രഹാം പിതാവ് വയസ്സ് ചെന്ന് വളരെ വൃദ്ധനായി. അബ്രഹാം പിതാവിൻ്റെ ഭാര്യ സാറ, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മരിച്ചുപോയി. ആ ഭാര്യ സാറ മരിച്ചതിലുള്ള ദുഃഖവും പേറി അബ്രഹാം അങ്ങനെ ഇരിക്കുന്നതായ സമയം തൻ്റെ മകൻ ഇസഹാക്കിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല. ഇസഹാക്കിന് വേണ്ടി ഒരു പെൺകുട്ടിയെ ആലോചിക്കണം. ഉൽപ്പത്തി 24:2. തൻ്റെ വീട്ടിൽ മൂപ്പനും തനിക്കുള്ളതിനൊക്കെയും വിചാരകനുമായ ദാസനോട് അബ്രഹാം പറഞ്ഞത്. 24-ാം അധ്യായത്തിൽ അബ്രഹാം വയസ്സ് ചെന്ന് വളരെ വൃദ്ധനായി. തൻ്റെ മകന് വേണ്ടിയിട്ട്, ഇസഹാക്കിന് വേണ്ടിയിട്ട് ഒരു ഭാര്യയെ അന്വേഷിക്കുവാൻ തൻ്റെ വിചാരകനായ, കാര്യസ്ഥനായ ദാസനായ എലയാസറിനോട് പറയുകയാണ്. ചില കാര്യങ്ങളൊക്കെ കൃത്യമായി എലയാസറിനോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അബ്രഹാം പിതാവ് വിശുദ്ധ വേദപുസ്തകത്തിൽ നാം കാണുന്നത് പിതാവായ ദൈവത്തിൻ്റെ നിഴലാണ്. എലയാസർ എന്ന് പറയുന്ന ഈ ഭൃത്യൻ, അത് പരിശുദ്ധാത്മാവിനെ കുറിക്കുന്നു. മാത്രമല്ല, ഇസ്ഹാക്ക് എന്ന ഏകജാതനായ വാഗ്ദത്ത സന്തതി കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിക്കുന്നു. അപ്പോൾ ഈ തൻ്റെ മകന് വേണ്ടി ഒരു ഭാര്യയെ, മണവാട്ടിയെ അന്വേഷിക്കുവാനായിട്ട് ഈ ദാസനെ പറഞ്ഞു വിടുകയാണ്. അതിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ ദാസൻ തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ തുടയിൻ കീഴിൽ കൈവച്ച് അങ്ങനെ അവനോട് സത്യം ചെയ്തു. അനന്തരം ആ ദാസൻ തൻ്റെ യജമാനൻ്റെ ഒട്ടകങ്ങളിൽ 10 ഒട്ടകങ്ങളെയും യജമാനനുള്ള വിവിധമായ വിശേഷ വസ്തുക്കളെയും കൊണ്ട് പുറപ്പെട്ട് മെസൊപ്പൊത്താമ്യയിൽ നാഹോറിൻ്റെ പട്ടണത്തിൽ ചെന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പിതാവായ അബ്രഹാം പറഞ്ഞതനുസരിച്ച് ഈ ദാസൻ എലയാസർ പുറപ്പെടുകയാണ്. പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനാണ് പരിശുദ്ധ റൂഹ. ആ പിതാവിൽ നിന്ന് ആജ്ഞ അനുസരിച്ച് ഇതാ ഈ ദാസൻ പുറപ്പെടുകയാണ്. കൂടെ 10 ഒട്ടകങ്ങളുണ്ട്. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ അതിനുശേഷം അതിൻ്റെ
12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ, എൻ്റെ യജമാനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. അബ്രഹാം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ. എന്താണ്, ആരെയാണ് എടുക്കേണ്ടത്, എവിടെയാണ് ചെല്ലേണ്ടത്, എങ്ങനെയായിരിക്കണം ഇസഹാക്കിൻ്റെ ഭാര്യ, ഇതെല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ദാസൻ എല്ലാം ശിരസാ വഹിച്ചുകൊണ്ട് ചെന്നിട്ട് അവിടെ ഒരു കിണറ്റിനരികെ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നത് മറ്റൊന്നുമല്ല, ദൈവമേ, എൻ്റെ ഈ യജമാനന്, എൻ്റെ മകന് ഒരു ഭാര്യയെ ലഭിക്കണം. നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തനിക്കും തൻ്റെ ഒട്ടകങ്ങൾക്കും കുടിക്കാൻ തരുന്ന, അങ്ങനെ അത് പറയുന്ന സ്ത്രീ ആയിരിക്കണം ഈ ഇസഹാക്കിൻ്റെ ഭാര്യ എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, ഇസഹാക്ക് എന്നുള്ളത് ഏകജാതനാണ്. ദൈവത്തിൻ്റെ ഏകപുത്രനാണ് കർത്താവായ യേശു ക്രിസ്തു. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശു ക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. യേശുവിനെ കർത്താവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വാഗൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നാം രക്ഷിക്കപ്പെടുന്ന അനുഭവം ഉണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി വരുമ്പോഴെല്ലാം ചാരത്ത് നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഒരു ഉദ്ദേശമേ ഉള്ളൂ. വിവിധ ആവശ്യങ്ങളോടുകൂടി ഇവിടെ ആളുകൾ വരുന്നുണ്ട്. വെള്ളം കോരുവാനാണ് സ്ത്രീകൾ വരുന്നത്. അവർക്ക് വെള്ളം കുടിക്കാനായിരിക്കാം, ഒട്ടകങ്ങൾക്ക് കൊടുക്കാനായിരിക്കാം, പാത്രം കഴുകാനായിരിക്കാം. പല ആവശ്യങ്ങളോടുകൂടെ സ്ത്രീകൾ വെള്ളം കോരുവാൻ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഈ ദാസൻ പ്രാർത്ഥിക്കുന്നത്, കർത്താവേ, എൻ്റെ യജമാനൻ്റെ മകൻ ഇസഹാക്കിന് ഒരു ഭാര്യയെ ലഭിക്കണം. ആ സ്ത്രീ, അതിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് അവൾ ഒരു കാര്യം പറയണം. പ്രിയപ്പെട്ടവരെ, വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക്, ദൈവത്തിൻ്റെ ഓമനകുമാരൻ, ഏകജാതനായ പുത്രൻ യേശു ക്രിസ്തു, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയും പല ആവശ്യങ്ങളോടുകൂടിയാണ് വരുന്നത്. പല പ്രാർത്ഥനാ വിഷയങ്ങൾ നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭക്ഷണത്തിൻ്റെ കാര്യം, രോഗത്തിൻ്റെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പഠനത്തിൻ്റെ കാര്യം, വിവാഹത്തിൻ്റെ കാര്യം, എത്രയോ ആവശ്യങ്ങൾ. ഇതൊന്നുമല്ലാതെ ഒരു മനുഷ്യനും അടുത്തിരിക്കുന്നവർക്ക് അറിയാൻ പാടില്ലാത്ത, ഭാര്യയ്ക്ക് അറിയാൻ പാടില്ലാത്ത, ഭർത്താവിന് അറിയാൻ പാടില്ലാത്ത എത്രയോ വിഷയങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ആ ആവശ്യങ്ങളെല്ലാം കാണുന്ന ഒരു കർത്താവുണ്ട്. പ്രിയപ്പെട്ടവരെ, അനാഥരായി നമ്മെ വിടാത്ത ഒരു ദൈവമുണ്ട്. പക്ഷെ പരിശുദ്ധാത്മാവിൻ്റെ ഒരാഗ്രഹമുണ്ട്. ഈ ആവശ്യങ്ങളൊക്കെ നമുക്ക് നിർവഹിച്ച് തരുമ്പോഴും, നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമുക്ക് തരുമ്പോഴും, നമ്മുടെ ആ പ്രാർത്ഥനകളെല്ലാം കേൾക്കുമ്പോഴും, അതിന് മറുപടി ലഭിക്കുമ്പോഴും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉദ്ദേശമുണ്ട്. ഇസഹാക്കിൻ്റെ മണവാട്ടിയായി ഈ പൈതൽ, ഈ മനുഷ്യൻ തീരണം. പ്രിയപ്പെട്ടവരെ, ഇസഹാക്ക് എന്ന് പറയുന്നത് യേശുവിൻ്റെ നിഴലാണ്. ഇസഹാക്ക് ഒരിക്കൽ വിറകതിൻ്റെ കെട്ടും ചുമലിൽ ഏന്തിക്കൊണ്ട് മല കയറാൻ പോവുകയാണ്. അവിടെ അബ്രഹാമുണ്ട്. തീയും വിറകും അബ്രഹാമിൻ്റെ കയ്യിലുണ്ട്. ഇസഹാക്ക് പോകുമ്പോൾ ഇസഹാക്ക് ചോദിക്കുന്നുണ്ട്, അപ്പാ, തീയുമുണ്ട്, വിറകുമുണ്ട്, ആട്ടിൻകുട്ടി എവിടെയെന്ന്. നിങ്ങൾക്ക് കാര്യം അറിയാം, അവിടെ യാഗമർപ്പിക്കുവാനായി കൊണ്ടുപോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇസഹാക്കിനെ യാഗം അർപ്പിച്ചില്ല. പക്ഷെ വേദപുസ്തകം പറയുന്നത്, എബ്രായ ലേഖനത്തിൽ പറയുന്നത്, വിശ്വാസത്താൽ അബ്രഹാം പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ്. അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിച്ചില്ല. ദൈവം ബാലന്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞു. പക്ഷെ വേദപുസ്തകം പറയുന്നത് വിശ്വാസത്താൽ അബ്രഹാം ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ്. എന്നിട്ട് അവനെ തിരികെ പ്രാപിച്ചു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് തിരികെ പ്രാപിച്ചു എന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് നാം വിശ്വസിക്കുന്നുണ്ടോ? ഈ ഇസഹാക്ക് അറുക്കപ്പെട്ടത്, യാഗമായി തീർന്നത് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന ആരെങ്കിലും, ഒരുപക്ഷെ ഇന്ന് ആദ്യമായി നിങ്ങൾ വന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണ് കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്ന അനുഭവം നമുക്ക് ലഭിക്കും. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുന്ന അനുഭവമാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ഭാഗ്യമെന്നുള്ളത്. അതിനുശേഷം പിന്നെ എന്താണ് സംഭവിക്കുന്നത്? പിന്നെ കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിൽ നടക്കുകയാണ്. റിബേക്ക ആ ദാസൻ ആഗ്രഹിച്ചതുപോലെ, പരിശുദ്ധാത്മാവ് ആഗ്രഹിച്ചതുപോലെ, ഇതാ റിബേക്ക മണവാട്ടിയായി തീരുകയാണ്. അവൾ വേഗം വന്നിട്ട് എലയാസറിനോട് ചോദിക്കുകയാണ് വെള്ളം. എലയാസർ ചോദിച്ചു, എനിക്ക് അല്പം കുടിക്കാൻ വെള്ളം തരാമോ? അപ്പോൾ തന്നെ ഈ റിബേക്ക വെള്ളം കൊടുക്കുകയാണ്. അവിടെ നമുക്ക് വായിക്കുന്നത് വേഗത്തിലാണ് എല്ലാം ചെയ്യുന്നത്. വേഗത്തിൽ വെള്ളം കൊടുത്തു. 10 ഒട്ടകങ്ങൾക്കും ആ സ്ത്രീ വെള്ളം കൊടുത്തു. എങ്ങനെ സാധിക്കും? ഒരു ഒട്ടകം
40 ലിറ്റർ വെള്ളം ഒരു സമയത്ത് കുടിക്കുന്ന ഒട്ടകം 10 ഒട്ടകങ്ങളുണ്ട്. എല്ലാവർക്കും വേഗം കൊടുത്തു, വീണ്ടും പോയി എടുത്തു, വീണ്ടും കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ഇസ്ഹാക്കിന്റെ ഭാര്യയായി അത് പറഞ്ഞപ്പോൾ തന്നെ റിബേക്ക തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മണവാട്ടിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നതാണ് ഇനി നമ്മൾ കാണുന്നത്. നാം ഇവിടെ ഇരിക്കുമ്പോൾ യേശുവിൻ്റെ മണവാട്ടിയാണ് നമ്മൾ. സഭയാം തിരുസഭയാം ഈ ഞാൻ അത്യുന്നതനുടെ മണവാട്ടി എന്നാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി നമ്മൾ ഓരോ വാക്യം വായിക്കുമ്പോഴും ഈ മണവാട്ടിയുടെ പ്രതികരണം പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ, എലയാസറിൻ്റെ സാന്നിധ്യത്തിൽ മണവാട്ടിയായ റിബേക്കയുടെ പ്രതികരണങ്ങൾ നിങ്ങൾ കാണണം. പ്രിയപ്പെട്ടവരെ, എല്ലാം വേഗത്തിലാണ്. അവൾ വേഗത്തിൽ ഓടിപ്പോയി വെള്ളം എടുത്തു, ഒട്ടകങ്ങൾക്ക് കൊടുത്തു, വീണ്ടും ഓടി ഒട്ടകങ്ങൾക്ക് കൊടുത്തു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് അവൾ ഓടി വീട്ടിൽ പോയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുകയാണ്. വീട്ടിലുള്ളവരോടൊക്കെ പറയുകയാണ് ഈ കാര്യങ്ങൾ. ഇതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. എലയാസറിൻ്റെ സാമീപ്യം അവിടെയുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ സാമീപ്യം ഈ മണവാട്ടിക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓടിച്ചെന്ന് വസ്തുതകളൊക്കെ അറിയിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം നമുക്കുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ വി മിസ് ദാറ്റ് പേഴ്സൺ ആൻഡ് ദാറ്റ് പേഴ്സൺ ഈസ് ഹോളി സ്പിരിറ്റ്. ഇവിടെയാണ് പ്രത്യേകത. പരിശുദ്ധാത്മാവ് എത്ര വ്യക്തമായി ചിത്രീകരിക്കുന്നു. അവളെല്ലാം ഓടി കാര്യങ്ങൾ ചെയ്യുകയാണ്. അവൾക്ക് ശങ്കയില്ല. അതിനുശേഷം വീട്ടിൽ പോയിട്ട് വസ്തുതകൾ മുഴുവനും അറിയിച്ചു. അതിനുശേഷം അതിൻ്റെ 31-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ അവൻ, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? പ്രിയപ്പെട്ടവർ, ഒരു വ്യക്തി കർത്താവിനെ സ്വീകരിച്ചാൽ, യോഹന്നാൻ സാർ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ഒരു വ്യക്തി കർത്താവിനെ സ്വീകരിച്ചാൽ ആ കുടുംബത്തിൻ്റെ കാര്യം രക്ഷപ്പെടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ വ്യക്തി റിബേക്ക ഇതാ ഇസഹാക്കിന്റെ ഭാര്യയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എന്തുണ്ടായി? റിബേക്കയുടെ സഹോദരൻ പറയുകയാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? എന്നാൽ മണവാട്ടിയായി തീർന്നാൽ പരിശുദ്ധാത്മാവ് അകത്തേക്ക് വരികയാണ്. എലയാസറിനോട് പറയുകയാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ, അകത്തു വരിക, എന്തിന് പുറത്തു നിൽക്കുന്നു? പരിശുദ്ധാത്മാവിനെ പുറത്തു നിർത്തുന്ന ഒരു അനുഭവം ഒരു കാലത്തും നമുക്ക് ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. ഒരു കാലത്തും പരിശുദ്ധാത്മാവിനെ പുറത്തു നിൽപ്പാൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഗതി വരരുത്. വീണ്ടും നമുക്ക് വായിക്കാം. 58-ാമത്തെ വാക്യത്തിലേക്ക് വരികയാണ്. അപ്പോൾ എല്ലാം തീരുമാനിച്ചു. വിവാഹ നിശ്ചയം കഴിഞ്ഞു. വിവാഹം റിബേക്കയാണ് ഭാര്യ എന്ന് തീരുമാനിച്ചു. അവർ പരസ്പരം സംസാരിച്ചു. അതിനുശേഷം അന്ന് രാത്രി ഭക്ഷണം കഴിച്ച് എലയാസർ അവിടെ വിശ്രമിച്ചു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു. എലയാസർ പോകാനായിട്ട് തിടുക്കപ്പെടുകയാണ്. അപ്പോൾ എലയാസർ പറയുന്നുണ്ട്, ഞങ്ങൾ പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ അമ്മയും സഹോദരനും എല്ലാവരും ചോദിച്ചു, ഈ പെൺകുട്ടി ഒരു 10 ദിവസമെങ്കിലും ഇവിടെ താമസിച്ചിട്ട് പോയാൽ പോരെ? എലയാസർ പറഞ്ഞു, അല്ല, എനിക്ക് ഇപ്പോൾ തന്നെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഒരു കാര്യം ചെയ്യാം, റിബേക്കയോട് ചോദിക്കാം, അവൾ എന്താ പറയണേന്ന് നമുക്ക് വായിക്കാം. അവർ റിബേക്കയെ വിളിച്ച് അവളോട്, നീ ഈ പുരുഷനോട് കൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നുവെന്ന് അവൾ പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ പോകുന്നു എന്ന് അവൾ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇതാണ് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഒരു മണവാട്ടിയുടെ ഉത്തരം. ഞാൻ പരിശുദ്ധാത്മാവിനോട് കൂടെയാണ് പോകുന്നത്. റിബേക്ക പോകുന്നത് എലയാസർ എന്ന് പറഞ്ഞ ദാസനോട് കൂടെയാണ്. മണവാട്ടിയായി ഞാൻ പോകുന്നത് പരിശുദ്ധാത്മാവോട് കൂടെയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മോട് ചോദിക്കുന്നത്, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നു. യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച വ്യക്തിയാണ്. ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് മിസ്സിംഗ് ആണെന്ന് ഏതെങ്കിലും കാര്യത്തിൽ തോന്നുന്നുവെങ്കിൽ ദൈവം നമ്മോട് ചോദിക്കുന്നു, നീ ഈ പുരുഷനോടുകൂടെ പോകുന്നു. ഉത്തരം, ഞാൻ പോകുന്നു, ഇപ്പോൾ പോകുന്നു, ഞാൻ പോകുന്നു. നാളെയല്ല പ്രിയപ്പെട്ടവരെ. നാളെ എന്നുള്ളത് നമുക്കുള്ളതല്ല. അശുദ്ധാത്മാവിൻ്റെ മറുപടിയാണ്, പ്രതികരണമാണ് നാളെ എന്നുള്ളത്. ഫറവോ രാജാവ് തൻ്റെ കൊട്ടാരത്തിൽ ദൈവം ബാധകൾ വരുത്തി. തവളകൾ പെരുകി. രാജാവിൻ്റെ കൊട്ടാരത്തിലും അരമനയിലും ബെഡ്റൂമിലും എല്ലാം തവളകൾ. നദിയിൽ കിടക്കേണ്ട തവള മുഴുവനും രാജാവിൻ്റെ കൊട്ടാരത്തിൽ പെരുകിയിരിക്കുകയാണ്. രാജാവ് വിചാരിച്ചു കഴിഞ്ഞാൽ രാജാവിൻ്റെ ഭൃത്യന്മാർക്ക് ഒരു നിമിഷം കൊണ്ട് 10 അല്ല 10,000 തവളയെ ഓടിക്കാം. പക്ഷെ കുഴപ്പം എന്താ? ഭൃത്യന്മാരുടെ വീട്ടിലും തവളയാണ്, എല്ലാവരുടെ വീട്ടിലും തവളയാണ്. ആ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയിലും അടുപ്പിലും എല്ലാം തവളയാണ്. തവളകൾ പെരുകി. പെട്ടെന്ന് ഫറവോ രാജാവ് പറഞ്ഞു, മോശയോടും ഒക്കെ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ തവളകളൊക്കെ ഒന്ന് മാറണം, ദയവ് ചെയ്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളെ ഞാൻ ആരാധിക്കാൻ വിട്ടയക്കാം.
അപ്പോൾ മോശ ചോദിച്ചു, ഞങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കണമെന്ന്? അപ്പോൾ ഫറോ രാജാവ് പറഞ്ഞ ഉത്തരം നിങ്ങൾക്കറിയാം, നാളെ. ഞങ്ങൾ എപ്പോൾ പ്രാർത്ഥിക്കണം? ഫറോ പറയാണ് നാളെ. പ്രിയപ്പെട്ടവരെ, നാളെ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അടുത്ത കൺവെൻഷൻ ആകട്ടെ, പിന്നെയാകട്ടെ, ഒരിക്കലും ഒരു മണവാട്ടിക്കില്ല. നീ പുരുഷനോട് കൂടെ പോകുന്നുവോ? ഞാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തീരുമാനം നമ്മുടെ പക്ഷത്ത് നിന്ന് വരണം. ഞാൻ ഓർക്കുന്നു, 1-ാം നൂറ്റാണ്ടിൽ ആ സഭയുടെ കാര്യമൊന്ന് ആലോചിച്ചു. 120 പേരാണ് കൂടി വന്നത്. ഓർക്കണം, 120 പേർ. എന്നാൽ ആ 120 പേരുടെ കൂടെ ഒരു പുരുഷനുണ്ടായിരുന്നു. അതാണ് പരിശുദ്ധാത്മാവ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേഗം വായിക്കാം. അതിൻ്റെ 24-63 വായിക്കാം. വൈകുന്നേരത്തെ ഇസ്ഹാക്ക് ധ്യാനിപ്പാൻ വെളിമ്പ്രദേശത്ത് പോയിരുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതാ റിബേക്ക എലയാസറിന്റെ കൂടെ ഒട്ടകപ്പുറത്ത് കയറി പോവുകയാണ്. മണവാളനെ കാണാൻ വേണ്ടി പോവുകയാണ്. മരുഭൂമിയിലൂടെയാണ് യാത്ര. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ചൂടേറിയ ഈ മരുഭൂമി, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലൂടെ പോവുകയാണെങ്കിലും എലയാസറിന്റെ വർണ്ണനകൾ, ഇസ്ഹാക്കിനെ കുറിച്ചുള്ള വർണ്ണനകൾ റിബേക്കയുടെ ക്ഷീണം അകറ്റുകയാണ്. റിബേക്കയെ മണവാളന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്നത് ഒട്ടകങ്ങളല്ല പ്രിയപ്പെട്ടവരെ, അത് എലയാസറാണ്, മറക്കരുത്. ഒട്ടകങ്ങൾ അവിടെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒട്ടകങ്ങൾ നിന്നു. പിന്നെ ഒട്ടകപ്പുറത്ത് നിന്ന് റിബേക്ക ഇറങ്ങി. ഇതാ നോക്കുന്നു, വെളിമ്പ്രദേശത്ത് ഇസ്ഹാക്ക് എതിരേറ്റ് വരികയാണ്. ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുവാൻ പോയിരിക്കുകയാണ്. അമ്മ മരിച്ച വിഷമം ഇസ്ഹാക്കിനുണ്ട്. ഇസ്ഹാക്ക് കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. ഇസ്ഹാക്ക് പ്രാർത്ഥിക്കുവാൻ വെളിമ്പ്രദേശത്ത് പോയിരിക്കുന്നു. എനിക്കൊരു ഭാര്യയെ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോഴേക്കും ഭാര്യ ഒരുങ്ങിക്കഴിഞ്ഞു. ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതാ വെളിമ്പ്രദേശത്ത് ഒരു ഇസ്ഹാക്ക് ഇരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, യേശുവിനെ നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷപാതം ചെയ്തുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ വരികയാണ്. ഇതാ ഇസ്ഹാക്ക് ഇറങ്ങി വരുന്നു. റിബേക്കയെ സ്വീകരിക്കുവാൻ വരുന്നു. റിബേക്ക ആ ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങി ഇസ്ഹാക്കിനെ ചോദിച്ചു യജമാനനോട്, യജമാനനെ, എന്നെ എതിരേറ്റ് വരുന്നത് ആരാണ്? അത് എൻ്റെ യജമാനനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യജമാനൻ വരും, യേശു വരും. പ്രിയപ്പെട്ടവരെ, ഒരു സംഭവമാണ്. ഇറാനിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം ഉണ്ടായപ്പോൾ അനേക കെട്ടിടങ്ങൾ നിലംപരിച്ചായി. ഒരു സ്കൂള് അതുപോലെ വീണു, നശിച്ചുപോയി. ആ സ്കൂളിൽ ഒരു കുഞ്ഞ്, കാർവിൻ എന്ന പേരുള്ളൊരു കുഞ്ഞും അവൻ്റെ കൂട്ടുകാരും അതിലുണ്ടായിരുന്നു. അപ്പം അവൻ്റെ അപ്പൻ മിടുക്കനായൊരു വ്യക്തിയാണ്. അദ്ദേഹം ദൂരെ പണിക്ക് പോയിരിക്കുകയാണ്. ഈ കെട്ടിടം വീണുവെന്നും ഭൂകമ്പം ഉണ്ടായി എന്നും കേട്ടപ്പോൾ അദ്ദേഹം ഓടി വന്നു. നോക്കിയപ്പോൾ അവിടെ ഫയർ ബ്രിഗേഡ് അവരൊക്കെ ഉണ്ടെങ്കിലും അവർ മടുത്ത് മാറിപ്പോയിരിക്കുകയാണ്. അപ്പനല്ലേ, വിടാൻ പറ്റുമോ? അപ്പൻ വേഗം തൻ്റെ കൂട്ടുകാരെയും കൂട്ടി 48 മണിക്കൂർ കഠിനാധ്വാനം ചെയ്തതിന് ശേഷം നോക്കിയപ്പോൾ ഒരു ചെറിയൊരു അനക്കം എവിടെ ഒച്ച കേൾക്കുന്നു. ഈ അപ്പൻ വിളിച്ചു, കാർവിൻ. അപ്പൻ വിളിച്ചു, മോനെ കാർവിൻ. ഡാഡി. ഒരു ശബ്ദം അപ്പൻ കേട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കെട്ടിടമൊക്കെ വീണപ്പോൾ മതിലുകൾ ഇങ്ങനെ തൂണുകൾ അടുക്കടുക്കായി വന്നപ്പോൾ ഈ കുഞ്ഞ് അവിടെ കൂട്ടുകാരൊത്ത് അവിടെ സുരക്ഷിതമായിരിക്കുകയാണ്. കുഞ്ഞ് വേഗം പുറത്തേക്ക് വന്നു. അപ്പോൾ ഈ അപ്പനെ കണ്ടപ്പോൾ കുഞ്ഞ് അപ്പനോട് പറഞ്ഞു, ഡാഡി, ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞായിരുന്നു, നീ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നീ വരും. നീ വന്നാൽ എന്നെ രക്ഷിക്കും. എന്നെ രക്ഷിച്ചാൽ നിങ്ങളെയും രക്ഷിക്കും. പ്രിയപ്പെട്ടവരെ, ഈ കുഞ്ഞ് പറഞ്ഞതാ, നമ്മുടെ കർത്താവ് ജീവിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ വരും, നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വരും. കർത്താവ് വന്നാൽ നമ്മളെയും രക്ഷിക്കും. നമ്മുടെ കർത്താവ് വരാറായി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് വരാറായി. അവൻ പോയപ്പോൾ, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ ഒരു മേഘം, അവൻ മേഘത്തിൽ എടുക്കപ്പെട്ടു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന്, നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശുവിനെ സ്വർഗത്തിലേക്ക് പോയതുപോലെ തന്നെ, കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും. അവൻ മേഘത്തിൽ തന്നെ വരും. പോയപ്പോൾ ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞെങ്കിൽ കർത്താവിത മേഘത്തിൽ തന്നെ പ്രത്യക്ഷപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ മടക്കാം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. നീ ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ? റിബേക്ക പറഞ്ഞു, ഞാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ ആളുകൾ നമ്മുടെ നടുവിൽ ഈ ദിവസങ്ങളിൽ കണ്ണുനീരും കൈയുമായി കഴിയുന്നത് നാം കാണുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യനും നമ്മെ ആശ്വസിപ്പിക്കുവാൻ സാധ്യമല്ല. ഒരു മനുഷ്യനും നമ്മെ രക്ഷിക്കുവാനും സാധ്യമല്ല. എങ്കിൽ നമുക്കൊരു സ്വർഗത്തിലെ പിതാവുണ്ട്, നമുക്കൊരപ്പനുണ്ട്. ഇടം കൈയും വലം കൈയും തിരിച്ചറിയാൻ പാടില്ലാത്ത ആയിരങ്ങൾ, പതിനായിരങ്ങൾ ഓരോ നിമിഷവും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ട് നമ്മുടെ പിതാവ്
ദുഃഖിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. കർത്താവായ യേശു ക്രിസ്തുവിനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ എന്നേക്കും നമ്മളോട് കൂടെ ആയിരിക്കുവാൻ പിതാവ് അയച്ചിരിക്കുന്നു. എന്നാൽ ഇത് രണ്ടും മനുഷ്യൻ തിരിഞ്ഞു നോക്കുന്നില്ല. മനുഷ്യൻ അവനവൻ്റെ കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ദൈവം നമ്മോട് ചോദിക്കുന്നു, ഈ പുരുഷനോടുകൂടെ പോകുന്നുവോ? പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ ആരെങ്കിലും താല്പര്യപ്പെടുന്നുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും മാത്രമല്ല, പരിശുദ്ധ റൂഹായുടെ സഹവാസം, യേശുക്രിസ്തുവുമായുള്ള ഒരുമിച്ചുള്ള ജീവിതമാണ് പ്രിയപ്പെട്ടവരെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. നമുക്ക് സാധ്യമല്ല, ഒരു മനുഷ്യനും സാധ്യമല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് കൂടെയുണ്ടെങ്കിൽ, ഈ ദാസൻ കൂടെയുണ്ടെങ്കിൽ നമ്മുടെ യാത്രയിൽ നമ്മൾ അക്കരയെത്തും. നമുക്ക് ശാന്തമായി തലകളമടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ആയിരങ്ങൾ നിത്യവും നരകെ വീഴുമ്പോൾ അതിവേദനയാൽ എൻ ഹൃദയം പിടയുന്നെൻ പ്രിയനാഥ. പോകാം ഞാൻ കൽപ്പിക്കും പോലെ, മാറില്ല പിന്മാറില്ല എന്നന്ത്യ നാൾ വരെ. നീ പുരുഷനോടുകൂടെ പോകുന്നുവോ? ഹൃദയത്തിൽ ഈ തീരുമാനം നമുക്ക് പറയാൻ പ്രിയപ്പെട്ടവരെ, ഞാൻ പോകുന്നു, ഞാൻ പരിശുദ്ധാത്മാവിനോടുകൂടെ ഇനിയുള്ള കാലം യാത്ര ചെയ്യും. അങ്ങനെ നമുക്ക് ആ തീരുമാനം വരുന്നുവെങ്കിൽ നമുക്കൊരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ഏകജാതനായ പുത്രനെ ഞങ്ങളിപ്പോൾ ഓർക്കുന്നു. കർത്താവേ, ഞങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവുമായി ഈ സമയത്ത് ഒരിക്കൽ കൂടെ സ്വീകരിക്കുന്നു. പിതാവേ, ഞങ്ങൾക്ക് തന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളിപ്പോൾ വീണ്ടും പരിശുദ്ധാത്മാവിനെക്കുറിച്ച് അവിടുന്ന് നൽകിയ വാഗ്ദത്തം ഇപ്പോൾ ഓർക്കുന്നു. പിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ കൂടെ സഖിയായി ഞങ്ങളുടെ എല്ലാ കാലത്തും മരണം വരെയും പരിശുദ്ധാത്മാവിനോട് കൂടെ യാത്ര ചെയ്യുവാൻ ഞങ്ങളിതാ തീരുമാനിക്കുന്നു. ഞങ്ങൾ ആ പുരുഷനോടുകൂടെ പോകുന്നുവെന്ന് റിബേക്ക പറഞ്ഞതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ കൂടെ യാത്ര ചെയ്യുവാൻ, ആലോചനയ്ക്ക് അനുസരണത്തോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന പിതാവേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സകല മഹത്വവും യേശു ക്രിസ്തുവിന്. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ